സർ, ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ വലിയ രീതിയിൽ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ശബരിമലയിലെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത്. വാസവനും ജയകുമാറും അടക്കമുള്ളവർ ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്. ഈ ജയകുമാറിന്റെ തുടക്കം, അതായത് പ്രസിഡന്റ് ആയത് മുതൽ ഈ നിയന്ത്രണങ്ങളിലെ പാളിച്ചകൾ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ പിണറായി വിജയനെ വലിയ അസ്വസ്ഥനാക്കി, പ്രകോപിതനാക്കി. ജയകുമാറിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സത്യം പറയുന്നവരെ പണ്ടേ സഹാക്കന്മാർക്ക് വലിയ ഇഷ്ടമല്ല എന്നാണ് കേൾക്കുന്നത്. സത്യം അത് ഞങ്ങളുടെ നിഘണ്ടുവിലില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാ സഹാക്കന്മാരും അല്ല, ചില ആളുകളൊക്കെ, ഇപ്പോഴത്തെ വലിയ ആളുകളൊക്കെ അങ്ങനെയാണ്. വാസുവിന്റെ കയ്യിൽ വിലങ്ങിട്ടതിന് വരെ ഇപ്പൊ പ്രശ്നങ്ങൾ, എന്താ പ്രതിഷേധങ്ങളും, കേരളം കത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത് വാസുവിന്റെ കയ്യിൽ വിലങ്ങിട്ടതിന്റെ പേരിൽ. അപ്പൊ ഇന്ന് അതിന്റെ പേരിലൊക്കെ ഇന്ന് ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ ചില തുരന്നെടുക്കലുകൾ ജയകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണോ കേൾക്കുന്നത്? അത്തരം തുരന്നെടുക്കലുകൾ നടന്നാൽ ഈ പാർട്ടി ഒന്നടങ്ക് ജയിലിലേക്ക് കയറാൻ സാധ്യതയില്ലേ? ഇപ്പൊ ജയകുമാറിനെ കൊണ്ടുവന്നത് തന്നെ പാർട്ടിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ്. പാർട്ടിക്ക് ഇതിനകത്തൊന്നും, പാർട്ടിയുടെ ഭാഗമായില്ല, പാർട്ടിക്ക് ഇതിനകത്തൊന്നും ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ ചിലരെ വെച്ചപ്പോൾ അതിനകത്ത് പാർട്ടി അറിയാതെ ചില അബദ്ധങ്ങൾ പറ്റി. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് പാർട്ടിക്കകത്ത് അദ്ദേഹം പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേരത്തെ താല്പര്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ആളോ ഒന്നും അല്ലല്ലോ. പൊതുജനത്തിൻ്റെ ഇടയ്ക്ക് ജയകുമാർ എന്ന് പറഞ്ഞ ഒരു ക്ലീൻ ഇമേജ് ഉള്ള മനുഷ്യനാണ്. മാത്രമല്ല നേരത്തെ ശബരിമല വിഷയത്തിനകത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്ത് ജനം ജനത്തിൻ്റെ കയ്യടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം വളരെ ബുദ്ധിപൂർവ്വമാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി വെക്കുന്നത്. അതിനകത്ത് പാർട്ടിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ജയകുമാർ യാതൊരു കാരണവശാലും പാർട്ടിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതിനകത്ത് അദ്ദേഹം നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. പുള്ളിയുടെ ഇമേജ് പോയിക്കൊണ്ട് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ അവിടെ വന്നിട്ടുണ്ടായ ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞത്. എന്ത് ചെയ്തുകൊണ്ടിരുന്നു നേരത്തെ ബോർഡ്, ഒന്നും ചെയ്യാതെ ഒരു ദേവസ്വം ബോർഡും അതിൻ്റെ സംവിധാനങ്ങളും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഭക്തർക്ക് തിരക്ക് വന്നത്. അത് അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെ കുറ്റപ്പെടുത്തലാണല്ലോ. അത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കി കൈകാര്യം ചെയ്തു. കുഞ്ഞുങ്ങൾക്കും മാളികപ്പുറത്തിനുമൊക്കെ ക്യൂ വേണ്ടാത്ത രീതിയിലേക്ക് പോയി. അപ്പം സംവിധാനങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയാണ്, അദ്ദേഹത്തിൻ്റെതായിട്ട് കൊണ്ടുവരികയാണ്. അപ്പം ആ രീതിയിലേക്ക് ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തിനെ ഈ കുരുക്കാകുമോ എന്ന് ചോദിക്കാൻ കാര്യം കുരുക്കാവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തെ കൊണ്ട് ഒക്കുന്ന രീതിയിലെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ അതിൻ്റെ പിറകോട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ പരിശോധിക്കാനും അല്ലെങ്കിൽ പരിശോധിച്ച് അതിൻ്റെ ഏതറ്റം വരെ അതിൻ്റെ നിയമസാധ്യത ഉള്ളതും ഇല്ലാത്തതും കണ്ടെത്താൻ പറ്റും. അയാൾ IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം തന്നെ ഇപ്പം തന്നെ പ്രശാന്തിന് കുരുക്ക് മുറുകയാണ്. ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആരൊക്കെ അകത്ത് ആദ്യം പോകുന്ന ഇപ്പോൾ പ്രശ്നം. കടകംപള്ളി പോവോ, ജയറാം പോവോ, തന്ത്രി പോവോ, പ്രശാന്ത് പോവോ എന്നൊക്കെ പോകുമോ എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നിൽക്കുന്നത്. അതോ മേൽശാന്തി ഇപ്പം പുള്ളി ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയിന്ന് ഇത് അതിൻ്റെ ആവശ്യമില്ല, കോടികൾ വീട്ടിലുണ്ട്, നീ ശാന്തിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഏതെങ്കിലും അമ്പലത്തിൽ ശാന്തി ഇരിക്കുമായിരിക്കും. അപ്പം പ്രശാന്തിനെ നോക്കിയപ്പം പ്രശാന്ത് പറഞ്ഞില്ലേ, 2 കൈയും മലത്തി കാണിച്ചു, എനിക്കിതിനകത്തൊന്നും പങ്കില്ല. 2025 തീർത്തി വെച്ച് കൊണ്ടുപോയെന്നാണ് ഇപ്പം വന്നേക്കുന്ന റിപ്പോർട്ട്. ഏതാ ഓണപ്പൂജയും കഴിഞ്ഞ് രാത്രി അടച്ച് എല്ലാവരെയും ഓടിച്ച് വീണ്ടും ദ്വാരപാലക ശില്പം വളരെ പെട്ടെന്ന് ചെന്നൈ കൊണ്ടുപോയി വീണ്ടും പൂശി. എന്തിന് പൂശി? ഇതിനകത്ത് ഹൈക്കോടതി അറിഞ്ഞിട്ടില്ല. ഹൈക്കോടതി വെച്ചിരിക്കുന്ന മേൽനോട്ട കമ്മിറ്റി അല്ലെങ്കിൽ നിരീക്ഷകൻ അറിഞ്ഞിട്ടില്ല. അന്നത്തെ പറയുന്നത് പോലെ എന്തോ റെജിലാലിന്റെ നോട്ട് തിരുത്തി ദേവസ്വം കമ്മീഷണർ നോട്ട് തിരുത്തി 2025 അല്ലേ, 2025. അപ്പൊ അതിന് 2024 അനിലായിരുന്നു. അപ്പം അനില് 2025 റെജിലാലിന്റെ നോട്ട് തിരുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതിനകത്ത് ഈ 2019 38 കിലോ 14 ദ്വാരപാല ശില്പേ ഇതിനകത്ത് പൂശിയിരുന്ന സ്വർണം 397 ഗ്രാമാണ്. ഇത് എവിടെയും മിനിറ്റ്സിലില്ല, എവിടെയും റെക്കോർഡിലില്ല, എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് അറിയാവുന്ന ആകെ ഒരുത്തരണെന്ന് പറഞ്ഞാൽ ഉണ്ണിയണ്ണ പോറ്റിയാണ്. ഈ ഉണ്ണിയണ്ണ പോറ്റി ഇപ്പം അകത്ത് കിടക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം അറിയാവുന്ന വിഷയം എങ്ങനെ പ്രശാന്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പം ഇതൊരു തുടർച്ചയായ കൊള്ളയാണ്. 2019 കൊണ്ടുപോയി ദ്വാരപാലക ശില്പം സ്വർണം പൂശി എന്ന് പറയുന്നു. അന്ന് മിനിറ്റ്സ് തിരുത്തിയതിൻ്റെ
അല്ലെങ്കിൽ മിനിറ്റ്സ് തിരുത്തിയാണ് ഇത് കൊണ്ടുപോയത്. അന്നേ ഇത് സ്വർണ്ണമല്ല, സ്വർണ്ണമായിരുന്ന സാധനം കൊണ്ടുപോയി സ്വർണ്ണം അഴിച്ചു മാറ്റിയിട്ട് പെയിൻ്റ് അടിച്ച് കൊണ്ടുവച്ചു. അപ്പം ഇതിന് 40 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്നിടത്ത് 2025 സ്വർണം മങ്ങിയെങ്കിൽ അത് സ്വർണ്ണമേ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്തുനിന്ന് സ്വർണ്ണം അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു കൊള്ളയാണ്. കൊള്ള തുടർച്ചയാണ്. 2019 നടന്ന കൊള്ളയാണല്ലോ. 2025 ഇത് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇയാൾ സത്യസന്ധനാണെങ്കിൽ ഇയാൾ റിപ്പോർട്ട് ചെയ്യാൻ എന്താ? ഇയാൾ സത്യസന്ധനാണെങ്കിൽ ഇയാൾ എന്താ റിപ്പോർട്ട് ചെയ്യാൻ? അപ്പോൾ ഇത് വല്ലാത്തൊരു തുടർച്ചയായ കൊള്ള. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പല ടോക്കുകളിലും പറഞ്ഞിട്ടുള്ളത്, ഇവിടം കൊണ്ടൊന്നും തീരേണ്ടതല്ലത്. ഈ ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും ഒന്നുമല്ല ഇതിനകത്ത് നടന്നിട്ടുള്ള കൊള്ളയും. ഇത് മാത്രമായിട്ട് ഒരു ഈ കൊള്ളക്കാരന്മാർ ഇത് മാത്രം നോക്കി വെക്കൂ. അവർ ഓരോ ദിവസവും ഓരോന്ന് ഉന്നയല്ലേ നിൽക്കുന്നേ. അതിനുള്ള സംവിധാനത്തിലെ കാര്യങ്ങൾ നീക്കത്തില്ലേ? അതിനുവേണ്ടിയല്ലേ ഈ 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 2007 തൊട്ട് ഇവൻ്റെ ചെയ്തികൾ മൊത്തം അന്വേഷിക്കണം. അതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കണം. ഇവനെ അവിടെ 2007 തൊട്ട് എന്തിന് തന്ത്രി പ്രതിഷ്ഠിച്ചു? ഇന്നലെ ഞാൻ ഇടത്ത് വായിച്ചെങ്കിൽ തന്ത്രിക്ക് വേണമെങ്കിൽ ഒപ്പിടാം, അതിനകത്ത് തന്ത്രിയെ കുറ്റം പറയാനൊക്കത്തില്ല, തന്ത്രി നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു ഒരാളുടെ നോട്ട് ഒരു വാർത്തയും കണ്ടു. അയാൾക്ക് എത്ര നിയമജ്ഞ ഇതുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ സാധ്യത എന്തോന്ന് എനിക്കറിയില്ല. തന്ത്രിക്ക് എല്ലാത്തിനകത്തും കയറിയും ഒപ്പിടാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കീഴിൽ അതിൻ്റെ കീഴിലും പുള്ളിയൊരു ഒപ്പം കിട്ടേക്കട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പുണ്ട്. തന്ത്രി അയ്യപ്പന്റെ കാവൽക്കാരനല്ലേ? അതെ, അയ്യപ്പന്റെ അല്ലല്ല, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അയാളെ പിടിക്കണം. തന്ത്രി എന്തിനാ ഇതിനു വേണ്ടി ആൾക്ക് സംരക്ഷിക്കുന്നത്? തന്ത്രി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് തന്ത്രി തൊട്ട ബ്രാഹ്മണ ശാപമാണെങ്കിൽ തൊടണ്ട, അങ്ങോട്ട് മാറ്റി വെച്ചോ, തൊടാൻ അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നത്, ഇത് CPM, അതായത് CPM നേതാക്കന്മാരെ കൂടെ പോകും. ഇപ്പം നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളത്. ഇപ്പം അവിടുന്ന് ഇവിടം വരെ പരിശോധിക്കുമ്പോൾ എല്ലാം CPM നേതാക്കന്മാരില്ലേ. അതായത് മൂരിബാബുവും ഉണ്ണിയണ്ണ പോറ്റിയും ഉള്ളൂ സമയാസമയത്ത് ആരുടെയും കൂടെ നിൽക്കുന്ന ആൾ. ബാക്കി ഇപ്പം നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിനപ്പുറം നിൽക്കുന്ന ഇപ്പം ഇനി വരാൻ പോകും. ഇപ്പോൾ അകത്ത് കിടക്കുന്ന വാസു CPMന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ. പപ്പൻ CPMന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ട് കൊടുത്തിട്ട് കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത ആളല്ലേ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള്. അല്ല, പപ്പനൊന്നുമല്ല, SFI തൊട്ട് CPM. SFI ഭയങ്കര പപ്പൻ വലിയ CPM ഭയങ്കര ജില്ലയിലെ വലിയ നേതാവല്ലായിരുന്നു. അല്ല, അതിപ്പോ കൈവിടാതിരിക്കാൻ പറ്റത്തില്ല. CPMന് ഇപ്പോൾ ഒരു പപ്പനെ പിടിച്ചോണ്ടിരിക്കാനൊക്കെ CPMന് മൊത്തത്തിൽ തൊലഞ്ഞു പോകത്തില്ലേ. പപ്പൻ SFIയുടെ DYFIയുടെ 26ാമത്തെ വയസ്സിൽ MLA ഒക്കെ വലിയ വളരെ ചെറുപ്പത്തിലെ വലിയ തിളയ്ക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഗ്രാഫ് ഭയങ്കരമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരന് ഭയങ്കര അംഗീകാരമുള്ള ആളായിരുന്നു, എല്ലാമായിരുന്നു. അവിടുത്തെ വലിയൊരു എട്ടുകെട്ട് വലിയ കുടുംബത്തിലെ ആളാണ്. അതല്ലേ അരിവരാസനം പാടിയത് ഞങ്ങളുടെ അമ്മൂമ്മയാന്ന് പറഞ്ഞത്. അല്ല, ഉള്ളതാ അവരാണ് കുടുംബത്തിൽ നിന്നുള്ള. അപ്പം അതിനകത്ത് കുറ്റം പറയുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ പറച്ചിലും കാര്യങ്ങളും അയ്യപ്പനോടുള്ള സ്നേഹമൊക്കെ വെച്ച് വിചാരിച്ചു അയ്യപ്പനെ ആരെങ്കിലും തൊട്ടാൽ പപ്പനെ അടിച്ച് ഓടിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അയ്യപ്പനെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയി ഇദ്ദേഹമാണെന്നുള്ള രീതിയിൽ അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പറഞ്ഞു വന്നത്, ഇതൊരു വളരെ പ്ലാൻഡായിട്ടുള്ള കൊള്ള തന്നെ, കൃത്യമായിട്ട് കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 10 കൊല്ലത്തിനകത്ത് 2019 ആകുമ്പം 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നവരുടെ പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് വരുമ്പം മൊത്തം CPM നേതാക്കന്മാരകത്തു. ഈ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസവനും കുരുക്കുമുറിവും മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, ദേവസ്വം ബോർഡ് മന്ത്രി അദ്ദേഹമാണല്ലോ. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന അറിയത്തേയില്ല, ബോർഡ് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇവരെല്ലാം പറയുന്നത്. അതിനകത്തെങ്കിലും ഈ ഗവൺമെൻറ്റിന് യാതൊരു ഇടപെടിയിലും ഇല്ല. അത് പ്രത്യേക ഒരു ബോഡി, ഇത് ആരോടാ പറയുന്നത്? ഈ പ്രത്യേക ബോഡിയായി അത് പല കോർപ്പറേഷൻ KSRTC അങ്ങനെയല്ലേ, അല്ലെങ്കിൽ വേറെ പലതും അങ്ങനെയല്ലേ. അതൊക്കെ പക്ഷേ കൃത്യമായ ഇടപെടിയിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും അതാത് സമയത്ത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി തന്നെ. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതിനകത്തൊന്നും അതൊക്കെ നമുക്ക് ഓളത്തിന് അങ്ങനെ പറയാം, ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി പറയാം, അറിയാൻ വയ്യാത്തവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, അറിഞ്ഞില്ലെന്ന് ഒക്കെ രീതി ധരിക്കാം. ഇതാരും വിശ്വസിക്കും? കോടതി അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും, തലയ്ക്കാൾ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കും? അപ്പോൾ പറഞ്ഞു വന്നത്, പ്രശാന്ത് അകത്ത് പോകും. അതുകൊണ്ടാണ് പ്രശാന്തിനെ അവസാനം അങ്ങ് മാറ്റിയത്. കാരണം വാർത്ത വരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് വരുന്നല്ലോ, ഒത്തിരി എണ്ണം വരുന്നുണ്ടല്ലോ. നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് വരത്തില്ലല്ലോ. അവസാനം അത് ഇയാളെ തുടരാൻ അനുവദിക്കാതിരുന്നതിൻ്റെ കാര്യം അകത്ത് തീരുമാനം എടുത്തിട്ട് മാറ്റിയതിൻ്റെ കാര്യം. അല്ലെങ്കിൽ ഇയാളങ്ങ് തുടർന്നോട്ടെ എന്ന് പാർട്ടി വിചാരിച്ചു. ഇയാൾ ഇരിക്കട്ടെ, ഞങ്ങൾ ഈ അലിഗേഷൻ വന്ന സമയത്ത് ഞങ്ങൾ ഇയാളെ മാറ്റാതെ അയാളെ വെച്ച് തന്നെ ഈ അന്വേഷണത്തെയൊക്കെ നേരിടുന്നു. അപ്പം
ഇന്നത് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള രീതി വരുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ മൊത്തം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നേരത്തെ അവിടെ ഒരു മാടകം കണ്ടായിരുന്നു വീട്, ഇപ്പം നോക്കിയപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, സംവിധാനങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പം പിണറായി സാഹിബിന് മനസ്സിലായി, അയ്യോമേ നമ്മൾ കണ്ടതുപോലെ ഒന്നും അല്ല ഇവൻ ഈ നേരത്തെ ഉള്ളവന്മാരെക്കാട്ടിലൊക്കെ മിടുക്കനാ, മെച്ചവാ, ഇപ്പം എവിടെയൊക്കെ കൈയിട്ടെന്ന് ഇനിയും ഉദ്യോഗസ്ഥന്മാരെ ചോദിച്ച് അന്വേഷിപ്പിച്ചേ അറിയത്തുള്ളൂ. അപ്പോൾ ഉടനെ മാറ്റിയേക്കാം, അറസ്റ്റിലാവുകയാണെങ്കിൽ ദിവസം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അതൊത്തിരി ഉണ്ട്, വാസുണ്ട്, പപ്പനുണ്ട്. അപ്പോൾ ഇയാളൂടെ വരുമെന്നുള്ള അതിനത്ര ആകെ മനസ്സിലായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചിരി അത്ര ഹൈപ്പാവുമല്ലോ. അപ്പോൾ എന്തുമായാലും അറസ്റ്റ് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ധൃതി പിടിച്ച് 2025 ഓണപ്പൂജ സമയത്ത് കഴിഞ്ഞിട്ട് അടിച്ച് ആരും അറിയാതെ മിനിറ്റ്സ് ഇരുത്തി ചെന്നൈയിൽ കൊണ്ടുപോയിരിക്കുന്നു. വീണ്ടും പഴയ പണി വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളറിയാതൊരു കാര്യം ചെയ്യുന്നത്, നീ പോടാ ഹൈക്കോടതി, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് തന്നെ, എല്ലാം ഞങ്ങൾ ചെയ്യും. ഹൈക്കോടതി ഒന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല, ഞങ്ങൾക്ക് പ്രത്യേക കോടതിയാ, മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലേക്ക്. അപ്പം എന്തായാലും ഉറപ്പാണ്, ആദ്യ കടകംപള്ളിയാണോ തന്ത്രിയാണോ ഇനിയും പ്രശാന്താണോ വേറെ വല്ലവരുമൊക്കെ വരുമോ എന്നതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും നമ്മൾ അറിഞ്ഞ കാര്യം പറഞ്ഞു. ഇങ്ങനെ ജയകുമാർ ഇതിന് അളിഞ്ഞു ഇരിക്കുക, നാറിയിരിക്കുക. അപ്പം ജയകുമാറിൻ്റെ ഇമേജ് എടുത്തിട്ട് പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ നാറ്റം ഒന്ന് മാറ്റാൻ വേണ്ടി. അപ്പം ജയകുമാർ ഒരു കാരണവശാലും ഈ നാറ്റം മാറ്റാൻ പുള്ളിയുടെ ഇമേജ് കൊടുക്കുന്ന ഒരവസ്ഥയില്ല. പുള്ളി അതുകൊണ്ട് ഓരോന്നോരോന്ന് 2 കൊല്ലമേ ഉള്ളൂ, പുള്ളിയൊന്നും മാറ്റാനും പറ്റത്തില്ല. ഓരോന്നോരോന്ന് പുള്ളി വ്യക്തത വരുത്തും. ഇതിനകത്ത് എനിക്ക് പങ്കില്ല, ഇതിനകത്ത് എനിക്ക് പങ്കില്ല, നേരത്തെ കുമാരി ചെയ്തു, ഇത് കണ്ടോ, ഞാൻ ഇത് മാറ്റി ചെയ്യുന്നു, ഇതിന് മൊത്തം കുഴപ്പമാണ്. അപ്പോൾ പുള്ളി ഇമേജ് ബിൽഡപ്പ് ചെയ്യത്തേ ഉള്ളൂ. ആ പുള്ളിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നത് പാർട്ടിയെ തകർക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ ഇമേജ് വീണ്ടും പോകും. അതായത് ഈ പറയുന്നത് പോലെ പിണറായിയുടെ ഈ തീരുമാനം പിണറായിക്ക് പണിയാകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.